കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഏകദേശം ഒരു കറക്റ്റ് ആയുള്ള ലൈക്ക് ടാർഗറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ദിവസം ഡിലേ ആവും ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ റെഡിയും കോഡ് ഉണ്ട്, 2 കോഡാണ് ആടിയിട്ടുള്ളത്. വീടിന്റെ പല ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് കാണുന്ന ടൈമിൽ ഫാസ്റ്റ് തന്നെ റെഡീം ചെയ്തെടുക്കാൻ നോക്കുക. അപ്പൊ അതിന് അടുത്ത വീഡിയോയിൽ റെഡിയും കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു 800 കംപ്ലീറ്റ് ചെയ്യാട്ടോ. നാളെ ഒരു 10 മണിയാകുമ്പോഴത്തേന് 800 കംപ്ലീറ്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പൊ മച്ചാൻ പറയാം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മളെ ലക്കി വീല് ഡിസ്കൗണ്ട് വേണ്ടി നമ്മളെ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വന്നുള്ള ഐറ്റംസ് നോക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളെ കിഡിലെങ്കിലും ജേഴ്സികള്. അപ്പൊ നമ്മള് ബ്രസീലിന്റെ അവേ ജേഴ്സി ആൻഡ് ഹോം ജേഴ്സി വന്നിട്ടുണ്ട്. ജേഴ്സികൾക്ക് നോക്കുക ഒരു രക്ഷയില്ല കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളൊരു ബ്രസീൽ ഫാൻ കൂടിയാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ മാക്സിമം എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ല കിഡിലൻ ജേഴ്സികളാണ് കേട്ടോ. 10ാം നമ്പറിന്റെ 2 ജേഴ്സികളാണ്. അപ്പൊ നിങ്ങൾ ഈ ലക്കി വീല് ഡിസ്കൗണ്ടുകളോട് എന്ത് ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഈ ജേഴ്സികൾ കൂടാതെ കുറെ അധികം ഐറ്റംസ്, നല്ല ഐറ്റംസ് ഒക്കെ ആടിയുണ്ട്. അതുപോലെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടും കുറെ അധികം ഐറ്റംസ് ഇതിലുണ്ട്. നമുക്ക് നോക്കണം, ഇതുപോലെ ഒരു ഇമോട്ട് ഉണ്ട്, ബുയന്റെ ഒരു ഇമോട്ട് ഉണ്ട് കേട്ടോ. നല്ലൊരു ഇമോട്ടാണ്. നെക്സ്റ്റ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആനിവേഴ്സറി മുന്നിലൂടെ കൊണ്ടുവന്ന് ഇൻഫിനിറ്റി ലൂപ്പ് വളരെ കിട്ടിയിലാണ് ഇമോട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 1 ടൈം ഇമോട്ട് ഇട്ട് കഴിഞ്ഞത് ഇങ്ങനെ ഓടിയും കൊണ്ടിരിക്കട്ടെ. കിട്ടിയിലെ ഇമോട്ടാണ്. നെക്സ്റ്റ് വേണ്ട നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കറ്റാന സ്കിന്ന്, ആനിവേഴ്സറി സ്പെഷ്യൽ ആയ ബ്ലൂ വാൾ സ്കിൻ ഉണ്ട്. അതുപോലെ കറ്റാന സ്കിന്ന്, ലൂട്ട് ബോക്സ്, അങ്ങനെ കുറെ അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ വെറുത്താലും കുറെ അധികം ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിംഗ് വൗച്ചർ ഒക്കെ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ഒരു ലക്കി വീല് ഡിസ്കൗണ്ട് വേണ്ടി പറയാൻ പറ്റും. അപ്പൊ ലക്കി വീല് ഡിസ്കൗണ്ട് വേണ്ടി പകരമായിട്ട് ഇതൊരു മിസ്റ്ററി ഷോപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല ഓവർ പ്രൈസ് ആണ്. നമ്മളിത് സ്പിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലക്ക് വീണ് കിട്ടണം. ഓക്കെ, 9 ഡയമണ്ടിന്റെ ഓഫറോ അല്ലെങ്കിൽ 99 കിട്ടാണ് അത്യാവശ്യം നല്ല വെർത്തില് നമുക്ക് എടുക്കാൻ പറ്റും. മറ്റുള്ള ഓഫറൊക്കെ ആണെങ്കിൽ ഹൈ പ്രൈസ് ആട്ടോ. ഓക്കെ, നല്ല പ്രൈസ് ചോദിക്കുന്നുണ്ട്. ടോപ്പ് ചെയ്യുന്ന പ്ലേയേഴ്സിനൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ഫസ്റ്റ് സ്പിന്നിൽ കിട്ടിയ 80% ഓഫർ ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സ്പിന്നിൽ എത്ര ഓഫറാണ് കിട്ടിയത് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ അതിൽ എന്റെ കയ്യിൽ ഡയമണ്ട് കുറവാണ്ടെങ്കിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി വല്ല ഡ്രോപ്പ് എന്തെങ്കിലും വീഴാണെങ്കിൽ കിട്ടാണെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും എടുക്കാൻ പറ്റാണെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ആഡ് ചെയ്യട്ടോ. വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമ്മൾ FF ഈ വരുന്ന 10ാം തീയതി ചെറിയൊരു മിനി ഇവന്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവന്റിന്റെ ഇന്റർഫേസും കാലൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ ഉണ്ടാവുക. ചെറിയൊരു മിനി ഇവന്റ് ആണ്. ഫ്രീ ഗാർഡ് എന്നുള്ളൊരു ഇവന്റ് കേട്ടോ. നമ്മളെ FF ഓൾറെഡി ഇതിന്റെ ചെറിയൊരു ഇവന്റ് ഒക്കെ സ്റ്റാർട്ട് ആയതുപോലെയൊക്കെ കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. അപ്പൊ അതിൽ നമുക്ക് റിവാർഡ്സ് ആയിട്ട് കുറച്ച് ഗൺ സ്കിൻ ട്രെയിൽ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് ഗൺ സ്കിൻ ട്രെയില്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ 9th ആനിവേഴ്സറിന്റെ ലോബി, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിന്റെ പോലെ. ഓക്കെ, ക്യാരറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ പോലെ ഹെഡ് ആണ് മെയിൻ റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത് കേട്ടോ. ചെറിയ മിഷൻസ് ആവും. നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡിലെ കുറച്ച് മിഷൻസ് ആട്ടോ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് റിവാർഡ്സ് എടുക്കാൻ പറ്റും. എന്തായാലും 10ാം തീയതി ഇവന്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിനുശേഷം എന്തായാലും ഞാൻ പറഞ്ഞു തരട്ടെ എങ്ങനെ കംപ്ലീറ്റിന്റെ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ FF കുറെ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ഐറ്റം തന്നെയൊക്കെ നമ്മളെ ഷെയ്ഡ് ബണ്ടിൽ. ഓക്കെ, അപ്പൊ ഷെയ്ഡ് ബണ്ടിൽ നമ്മളെ FF എപ്പോഴാണ് റിട്ടേൺ ആയിട്ട് വരാന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 2 ചാനൽ തീരായിട്ട് വരുന്ന ഒരു കമന്റ് തന്നെയാണ്. അപ്പൊ ഷെയ്ഡ് ബണ്ടിൽ നമ്മൾ FF ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പൊ വരാൻ പോകുന്ന ടൈം നോക്കുകയാണെങ്കിൽ നവംബർ മന്തിലാട്ടോ. അപ്പൊ നവംബർ മന്തിൽ നമുക്ക് ദീപാവലി ഇവന്റ് വരാൻ പോകുന്നത്. അപ്പൊ ദീപാവലി ഇവന്റ് സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു യൂണിവേഴ്സൽ റിംഗ് വിലയോട് തന്നെ നമുക്ക് ഇവന്റ് ഈ ഐറ്റംസ് ഒക്കെ വന്നേക്കാന്നാണ്, റിട്ടേൺ ആയിട്ട് വന്നേക്കാന്നാണ് ലീക്കേഴ്സിന്റെ സൈഡിൽ ന്യൂ ആയിട്ട് അപ്ഡേറ്റ് ഒന്നുമില്ല. അപ്പൊ ഓൾറെഡി ഞാൻ ഇതന്നെ പറഞ്ഞിട്ടുള്ളത് ലീക്കേഴ്സ് ഗീസ് ഇപ്പൊ അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടോക്കൺസ് നിങ്ങൾ ഷെയ്ഡ് ബണ്ടിലൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ടോക്കൺസ് യൂണിവേഴ്സൽ ടോക്കൺസ് ഒക്കെ മാക്സിമം സേവ് ചെയ്യാൻ നോക്കട്ടോ. മാക്സിമം ഒക്കെ യൂണിവേഴ്സൽ റിംഗിലൂടെ തന്നെ വരാം കേട്ടോ. അപ്പൊ എന്തായാലും ന്യൂ ആയിട്ട് വല്ല അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടാണ് ഞാൻ എന്തായാലും വീഡിയോ വഴി നിങ്ങളെ അറിയിക്കാം കേട്ടോ. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നില്ല, എല്ലാരും കാത്തിരിക്കുന്ന പോലത്തെ ബണ്ണി റിംഗിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പൊ എല്ലാരും അറിഞ്ഞിട്ട് നമ്മൾ FF ബണ്ണി ബണ്ടിൽ റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന കൂട്ടം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ന്യൂ ആല ബണ്ണി ബണ്ടിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആദ്യം അതിന്റെ ബാനർ നോക്കണം, ഇതുപോലെയാണ് കാണാൻ പറ്റും. ഒഫീഷ്യൽ ആല ബാനറാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ബണ്ടില്, ബണ്ണി ക്യാപ്റ്റൻ ബണ്ടില്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ന്യൂ ആയിട്ട് കൊണ്ടുവരാവുന്ന ബണ്ടിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മാസ്റ്റർ മൈൻഡ് ബണ്ടിലുണ്ടല്ലോ, അപ്പൊ അതും വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ബണ്ണി വാരൊരു ബണ്ടില്. ഓക്കെ, അപ്പൊ ഈ 3 ബണ്ടില് കൺഫേം ആയിട്ട് ഇറിങ്ങുവൽ കാണാൻ പറ്റും. അപ്പൊ യെല്ലോ കളറാല് ബണ്ണി ബണ്ടിലൊക്കെ ഇതിലുണ്ടോ എന്നുള്ള കുറച്ച് ഡൗട്ട് ആട്ടോ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ബാനർ കാണിച്ചിട്ടില്ല എന്നതുകൊണ്ട് വരില്ല എന്നല്ല പറയുന്നത്. ഒരു പക്ഷേ വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. എക്സ്ചേഞ്ച് സെക്ഷനിലൊക്കെ കൊണ്ടുവരാനൊക്കെ ചാൻസ് ഉണ്ട്.
അപ്പൊ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി എത്ര ടോക്കൺസ് വേണ്ടി വരുന്നൊക്കെ എല്ലാവർക്കും മെയിൻ ആയിട്ട് അറിയേണ്ടി വരും. ഓക്കെ, അപ്പൊ എക്സ്ചേഞ്ച് എടുക്കേണ്ടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 600 കുറഞ്ഞത് ഒരു ബണ്ടിൽ എടുക്കേണ്ടി 600 ടോക്കൺ ഒക്കെ വേണ്ടി വരും. മെയിൻ ബണ്ടിൽ കൂട്ടാ പറയുന്നു കേട്ടോ. ഒരു 700 ഒക്കെ ആയേക്കാന്ന് ലീക്കേഴ്സ് പറയുന്നുണ്ട്. അതിന് ഏറ്റവും ലാസ്റ്റ് ബണ്ടിലൊക്കെ എടുക്കേണ്ടി 400 ഡയമണ്ട്. 400 ഡയമണ്ടില് 400 ടോക്കൺസ് കേട്ടോ. പിന്നെ ടോക്കൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. 400 ടോക്കൺസ് ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മളെ ബണ്ണി വാറെ ബണ്ടിലുണ്ടല്ലോ, അപ്പൊ അതൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പൊ ടോപ്പായിട്ട് നമ്മൾ FF ഇതുവരെ കൊണ്ടുവരാത്ത ബണ്ടിലൊക്കെ ഇതിൽ നമുക്ക് ഉണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ ബണ്ടിലൊക്കെ ന്യൂ ആയിട്ട് കൊണ്ടുവരാൻ പോകുന്ന ബണ്ടിലാണ്. അപ്പൊ അതൊക്കെ എടുക്കാനൊക്കെ ഏറ്റവും ടോപ്പായിട്ടുള്ള ടോക്കൺസ് വേണ്ടി വരാം കേട്ടോ. അപ്പൊ എന്തായാലും 11-ാം തീയതിയാണ് ഇവന്റ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇവന്റ് കണ്ടുകൊണ്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ അടുത്തായിട്ട് കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, നമുക്ക് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് നമ്മളെ മെമ്പർഷിപ്പിൽ ഓഫർ വരുമെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ലീക്കേഴ്സിന്റെ സൈഡിൽ നല്ലൊരു അപ്ഡേറ്റ് ആണ് ഈ ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ ലീക്കേഴ്സിന്റെ ഫസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് നമ്മളെ FF നമ്മളെ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ 50% ഓഫർ വന്നേക്കാന്ന് ലീക്കേഴ്സിന്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പല ആൾക്കാർക്ക് അറിയേണ്ടത് ഇത് പ്രൈസിലാണോ ഓഫർ എന്നൊക്കെ കുറെ ആൾക്കാർക്ക് അറിയേണ്ടി വരും. ഓക്കെ, അപ്പൊ പ്രൈസിലാന്നുള്ള കാര്യം കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പൊ ഓഫർ എന്നൊക്കെ പറയുമ്പോൾ പ്രൈസിലാണ് ഓഫർ വരേണ്ടതായിട്ടുള്ളത് കേട്ടോ. എന്താ നമുക്ക് അറിയില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമുക്ക് ഡയമണ്ട് പ്രൈസ് കുറക്കാതെ ഒരുപക്ഷെ ഡയമണ്ട് ഇരട്ടി തരുന്ന ഒരു മെത്തേഡൊക്കെ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ മെമ്പർഷിപ്പിലൊന്നും നമുക്ക് 50% ഓഫർ നമ്മളെ ഗറിന് കൊണ്ടേ വന്നിട്ടില്ല. കൊണ്ടുവരാൻ നമുക്ക് വെറുതെ തന്നെ അയക്കാം. അപ്പൊ ലീക്കേഴ്സിന്റെ സൈഡിൽ നിന്ന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ 80% നമുക്ക് ഇതിനെ കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, കൺഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവന്റ് വരാൻ പോകുന്നു. അപ്പൊ ഈ ഓഫർ വരാവുന്ന ടൈം നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 10 to 13-ാം തീയതിക്കുള്ളിലാട്ടോ. ജൂലൈ മാസം 10 to 13-ാം തീയതിക്കുള്ളിലൊക്കെ ആയിട്ട് ഈ ഓഫർ നമ്മൾ FF സംഭവിച്ചേക്കാന്നാ പറയുന്നത്. അപ്പൊ 10 to 13 പറയുമ്പോൾ നമ്മളെ പീക്ക് ഡേ ആണ്, ആനിവേഴ്സറിന്റെ പീക്ക് ഡേ ആണ്. അപ്പൊ ആ ടൈമിലൊക്കെ മെയിൻ ആണ് ഇവന്റ് ഒക്കെ നമ്മൾ FF സംഭവിക്കാട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ കാത്തിരിക്കുന്ന ഒരാളൊക്കെയാണ് എന്തായാലും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്തായാലും എടുക്കാൻ നല്ലത്. ഓഫറൊക്കെ വരാണെങ്കിൽ വളരെ കുറച്ച് ക്യാഷ് കൊണ്ട് തന്നെ മെമ്പർഷിപ്പും കാലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോ പിക്കിലെ ടോപ്പ് ആല കമന്റുകൾക്കുള്ള ആൻസർ ആണ്. അപ്പൊ ഫസ്റ്റത്തെ കമന്റ് നോക്കുമ്പോൾ ബ്ലാക്ക് ടീഷർട്ടിനെ കുറിച്ചിട്ടാട്ടോ. അപ്പൊ ബ്ലാക്ക് ടീഷർട്ട് വരുന്ന ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഒരു ബ്രദർ കമന്റ് ഇട്ടുള്ളത്. അപ്പൊ നമ്മളെ FF ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ആനിവേഴ്സറി ഇവന്റ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ബ്ലാക്ക് ടീഷർട്ട്, ഇപ്പൊ ബ്ലാക്ക് ടീഷർട്ട് ആൻഡ് വൈറ്റ് ടീഷർട്ട് നമ്മളെ FF റിട്ടേൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് പോലെയാണ് ലീക്കേഴ്സിന്റെ സൈഡിൽ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഇപ്പൊ ന്യൂ ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം വരെ നമുക്ക് ഇതിനെ കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ട് ആനിവേഴ്സറി ടൈമിൽ തന്നെ വരുന്നതാട്ടോ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജൂലൈ മന്ത് ഫസ്റ്റ് വീക്ക് ഇൻഡ് ആയിട്ടില്ല, ഫസ്റ്റ് വീക്കിലാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും ടൈം ഉണ്ട് നമുക്ക് ആനിവേഴ്സറി വേണ്ടി ഇൻഡ് ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് 17-ാം തീയതി ഒരു ഇവന്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ടീഷർട്ട് വരാനാണ് ചാൻസ് കാണുന്നത്. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കാട്ടോ, വീഡിയോ ആയി തന്നെ അറിയിക്കാം. അപ്പൊ അടുത്തൊരു കമന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ FF നമുക്ക് ബോണസ് ടോപ്പ് പോയിന്റ് വരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കുറെ കമന്റ് കണ്ടിട്ടോ 100% ബോണസ് ടോപ്പ് പോയിന്റ് വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബണ്ണി ബണ്ടിൽ അതുപോലെ തന്നെ കുറെ അധികം ഐറ്റംസ് നമുക്ക് ആനിവേഴ്സറി ടൈമിൽ വരുന്നുണ്ട്. ലോലിമോട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ലോലിമോട്ടിന്റെ കൂട്ടം പറഞ്ഞപ്പോഴാണ് നമ്മൾ FF ഈ വരുന്ന 20-ാം തീയതി ലോലിമോട്ട് 100% കൺഫേം ആയിട്ട് നമ്മുടെ FF റിട്ടേൺ ആയിട്ട് വരാൻ പോകണം. അപ്പൊ അതും വരാൻ പോകുന്ന ഒരു ഇമോട്ടർ ഓയിൽ ഇവന്റിലൂടെ കേട്ടോ. അപ്പൊ ആ തന്നെ നമുക്ക് ഇമോട്ടർ ഓയിൽ ഇവന്റ് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. വേൾഡ് കപ്പ് പോലുള്ള ഒരു ഇമോട്ടാട്ടോ, ഒരു കിഡിലനാണ് ഡുവോ ഇമോട്ടാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡുവോ ഇമോട്ട്, നമ്മളൊരു ഫുട്ബോൾ സെലിബ്രേഷൻ പോലെ ഒരു കിഡിലനാലോ ഡുവോ ഇമോട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മളെല്ലാരും കാത്തിരിക്കുന്നു, വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നു ലോലി ഇമോട്ട് നമുക്ക് ഈ ലക്രോലുവിലൂടെ റിട്ടേൺ ആയിട്ട് വരാൻ പോവാണ്. എന്തായാലും 50 സ്പിൻ ഒക്കെ ചെയ്യുന്ന ടൈമില് ഗ്യാരണ്ടി പ്രൈസ് കിട്ടുന്നതിന് മെത്തേഡ് ആക്കാം കേട്ടോ. എന്തായാലും വെറുതെ നല്ലൊരു ഇവന്റ് ആണ് നമ്മുടെ FF ഉടൻ തന്നെ വരാൻ പോകുന്നത്. അപ്പൊ ഈ വരുന്ന 20-ാം തീയതിയാണ് ഇവന്റ് വരാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ വരാൻ തന്നെ നമുക്ക് എന്തായാലും 100% ബോണസ് ടോപ്പ് ഇവന്റ് നമ്മുടെ FF എന്തായാലും പ്രതീക്ഷിക്കാട്ടോ. മെമ്പർഷിപ്പിന്റെ കാര്യം പറയുന്നത് മെമ്പർഷിപ്പിൽ ഓഫർ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും നമുക്ക് 100% ബോണസ് ടോപ്പ് ഇവന്റ് നമ്മുടെ FF പ്രതീക്ഷിക്കുക. അപ്പൊ എന്തായാലും അതിനെ കുറിച്ച് നല്ല അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് അറിയിക്കാട്ടോ. അപ്പൊ അടുത്തൊരു കമന്റ് നോക്കുക, നമ്മൾ ജിജൂസ് കൈസൻ ഇവന്റ് നമ്മുടെ FF റിട്ടേൺ ആയിട്ട് വരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ജിജൂസ് കൈസൻ ഇവന്റ് 2 നമ്മുടെ FF
വരാൻ പോകുക തന്നെയാണ്. എങ്കിൽ പോലും വരാൻ പോകുന്ന ടൈമും കാലമൊന്നും പറയാനായിട്ടില്ല. കുറച്ച് ഡിലേ ആവും. മിക്കവാറും 2027 ആവാൻ ചാൻസ് കാണുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോ തന്നെ ഓൾറെഡി ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നറൂട്ടോ ഇവന്റീസ് വരാൻ പോവാണ്. അതുപോലെ നമ്മൾ ബ്ലൂലോക്ക് ഇവന്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വൺ പീസ്, അങ്ങനെ കുറെ കൊളാബറേഷൻ ഇവന്റ് നമ്മൾ എപ്പിസോഡ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം ഉണ്ടാവും എന്നുള്ള കാര്യം കുറച്ച് സംശയമാട്ടോ. ഉണ്ടാവില്ല തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ന്യൂ ആയിട്ട് വല്ല അപ്ഡേറ്റും കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കാം. അപ്പൊ അടുത്തൊരു കമന്റ് നോക്കാണ്, നമുക്ക് നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ 50 സ്കിന്നി വരുമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ന്യൂ ആയിട്ട് നമുക്ക് നമ്മുടെ അറൈവൽ ആനിമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ഇമോട്ട് ആയിട്ട് അങ്ങനെ കുറെ ഐറ്റംസ് നമ്മുടെ ഗറിനെ ന്യൂ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതർ സർവർ കൊണ്ടുവരുന്നുണ്ട്. എങ്കിൽ പോലെ അതർ സർവറിൽ പോലും 50 സ്കിൻ ഒന്നും അവിടെ ആടിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ തന്നെ ഗൺ സ്കിൻ ഒക്കെ അവിടെ ആടിയിട്ടുണ്ട്. നമുക്ക് 50 സ്കിന് വരുമോ എന്നുള്ള കാര്യം കുറച്ച് ഡൗട്ടാണ്. വരാണെങ്കിൽ സംഭവം കിഡിലിനായിട്ടുണ്ടാവും. അപ്പൊ വരാണെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും 3-4 മാജിക് ക്യൂബ് കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ല നമുക്ക് 1-2 കിട്ടും തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആടിയൊന്നും അറിയില്ല. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സെക്കൻഡ് ചാനലിൽ നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന മാജിക് ക്യൂബ് സ്റ്റോറിൽ വരാവുന്ന ബണ്ടിലിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പൊ അത് കാണുന്നവർക്ക് എന്തായാലും കാണാം കേട്ടോ. നമ്മളെ മലയാളി ബ്രോ ഒറിജിനൽ ചാനൽ ഉണ്ടല്ലോ, അപ്പൊ അതിലാണ് ആ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും കാണേണ്ടവർക്ക് കാണാവുന്നതാ കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ FF-ലേക്ക് അപ്കമിങ് ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന ഇവന്റിനെ കുറിച്ചോ റിട്ടേൺ ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ച് അപ്പൊ അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നല്ല കമന്റും കാലൊക്കെ മാക്സിമം പിക്ക് ചെയ്തോണ്ട് അതിനൊക്കെ ആൻസർ ഇതേപോലെ തന്നെ തരുന്നതായിരിക്കും. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.